നവരാത്രി ആശംസകൾ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞ ബാൽട്ടി അടിച്ച് പിള്ളേര് ബോക്സ് ഓഫീസ് തൂക്കി. അസാധ്യ പടം. ബാൽട്ടി ഡയറക്റ്റഡ് ബൈ ഉണ്ണി ശിവലിംഗം. പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണ്. നന്നായി എഴുതി, നന്നായി ഡയറക്റ്റ് ചെയ്ത് നല്ലൊരു പടം തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ബ്രോ. പല ക്യാരക്ടേഴ്സിന്റെയും ഇമോഷൻസ് നല്ല ഡയലോഗ്സിലൂടെ ഓഡിയൻസ് മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തതിന് ഒരു വലിയ അപ്ലോസ് അർഹിക്കുന്നു. സിനിമാറ്റോഗ്രാഫി ബൈ അലക്സ് ജെ പുള്ളിക്കൽ. ആക്ഷൻ ഹീറോ ബിജു, ഡ്രൈവിംഗ് ലൈസൻസ്, ഈ രണ്ട് പടം ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെടാൻ പറ്റും. നല്ല ഫ്രെയിംസ്, നല്ല സീൻസിനെ പല ഡെപ്തിലും നമുക്ക് ആ മീനിങ് മനസ്സിലാവുന്ന വിധത്തിൽ ആണ് പുള്ളി ഇതിലെ വിഷ്വൽസ് നമ്മൾ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. എഡിറ്റിംഗ് ശിവ് കുമാർ വി പണിക്കർ. ഉറി, കിൽ പോലത്തെ ഫിലിംസ് കണ്ടിട്ടുള്ളവർക്ക് അതും ഈ പടം ഒരു പ്രിഫറൻസ് ആയി മാറും. അതുപോലെയാണ് ബ്രോ എഡിറ്റ് ചെയ്ത് പരിപാടി സെറ്റാക്കി വെച്ചിട്ടുള്ളത്. മ്യൂസിക് ബൈ ദ വൺ ആൻഡ് ഒൺലി സെൻസേഷണൽ സായി അഭയങ്കർ. കച്ചിസേറ ആശക്. മ്യൂസിക് ലവേഴ്സിന്റെയും പ്ലേലിസ്റ്റിൽ എന്തായാലും ഈ രണ്ട് പാട്ടും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി, അത് മലയാളമാണ്. വളരെ നന്നായിട്ടാണ് സായി ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ജാലക്കാരി എന്നുള്ള സോങ്, പിന്നെ ആ ഹോട്ടലിലുള്ളൊരു ഫൈറ്റ് സീൻസ് ഉണ്ട്, അവിടെ ഒരു സോങ് ഉണ്ട്, ഭയങ്കര രസമുണ്ട് കണ്ടിരിക്കാൻ. ബീജിയം മറ്റേ ബല്ല 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 ബൾട്ടി എന്നുള്ള അത് ഭയങ്കര രസമാണ്. ആ ടൈറ്റിൽ കാർഡിലും പിന്നെ പല വേർഷൻസിൽ അത് വരുന്നുണ്ട്. കേരളത്തിൽ റിലീസ് ചെയ്തുകൊണ്ടായിരിക്കും ഇതൊരു ബൈലിംഗ്വൽ ആയിട്ടാണ്. പക്ഷെ മലയാളം തമിഴ് രണ്ട് ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ പ്യുവർ തമിഴ് മൂവി ആയിട്ടാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ സന്തോഷ് ടി കുരുവിള, ബിനു ജോർജ് അലക്സാണ്ടർ. ക്വാളിറ്റിയിലും കണ്ടന്റിലും കോംപ്രമൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പടം നമ്മൾ കൊടുക്കുന്ന കാശിന് വെറുത്താണ്, ഒരു സംശയവും വേണ്ട. അടുത്തതായിട്ട് ഈ പടത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വിഷ്ണു ഗോവിന്ദാണ്. തുടരും കണ്ടല്ലോ അല്ലേ, അത്ര തന്നെ. ലിറിക്സ് വിനായക് ശശികുമാർ. തങ്ങളുടെ ലിറിക്സ് ആണെങ്കിലും അത് വളരെ നമുക്ക് ഈ എസ്പെഷ്യലി ജാലക്കാരി എന്നുള്ള സോങ് തിയേറ്ററിൽ കാണുമ്പോൾ ഈ ലിറിക്സിന്റെ ബ്യൂട്ടി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. പെർഫോമൻസസിലേക്ക് വരാം. ഷെയ്ൻ നിഗത്തിന്റെ 25ാമത്തെ പടമാണ്. 25ാമത്തെ സിനിമ ഇത്രയും ഒരു ഗംഭീര സിനിമയായതിൽ ഒരുപാട് സന്തോഷം ബ്രോ. കൺഗ്രാജുലേഷൻസ്. ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ RDXന് ശേഷം ഷെയ്ന്റെ ഇത്രയും ഒരു, അല്ലെങ്കിൽ RDXനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഉദയ് അല്ലെങ്കിൽ ബൾട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടറിന്റെ ഇമോഷൻസ് ആയിക്കോട്ടെ, എസ്പെഷ്യലി ക്ലൈമാക്സ് അല്ലെങ്കിൽ ടൈലന്റ് ഒക്കെ എത്തുമ്പോൾ ക്യാരക്ടറിന്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് വരുന്ന പെർഫോമൻസിൽ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് ഉണ്ട്. എസ്പെഷ്യലി ആ ലൗഡ്നെസ് ഉണ്ട് ഇമോഷണൽ സീൻസിലൊക്കെ, അത് വളരെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഷെയ്ൻ എന്ന ആക്ടറിന്റെ പൊട്ടൻഷ്യൽ നന്നായി യൂസ് ചെയ്ത ഒരു പടമാണെന്ന് നിസ്സംശയം പറയേണ്ടി വരും. ശാന്തനുവിന്റെ ഏഞ്ചൽ ജോണിന് ശേഷം മലയാളത്തിലേക്ക് ഒരു റീലോഞ്ച് ആണെന്ന് 100% ഈ പടം കാണുമ്പോൾ പറയാൻ പറ്റും. കാരണം ശാന്തനുവിന്റെ ആ കുമാർ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഈ സിനിമയിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. ആ ക്യാരക്ടറിന്റെ പല ഷെയ്ഡ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്തതിന് ശാന്തനുവിന് ഒരു വലിയ കയ്യടി അർഹിക്കുന്നു. ആയിട്ട് പറയുന്നത് പ്രീതി അസ്രാണിയാണ്. അയതി എന്നൊരു ഫിലിമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഫിലിമിലെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കാവേരി എന്ന് പറയുന്ന ക്യാരക്ടർ പ്രീതി ചെയ്തത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശിവ ഹരിഹരൻ. ഹൃദയം, ആലപ്പുഴ ജിംഖാന, മനോഹരം, ജെറി പോലത്തെ ഫിലിംസിൽ നല്ല നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഈ പടത്തിലും രമേശ് എന്ന് പറയുന്ന ക്യാരക്ടർ അടിപൊളിയാണ്. പിന്നെ ജെക്സൺ പ്രൊഫഷണൽ കബഡി പ്ലെയർ ആണ്. പെർഫോമൻസ് എടുത്തു പറയണം. മണി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. പല ക്യാരക്ടേഴ്സ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രൊഫഷണലിസം കബഡിയിൽ തോന്നിയത് ഈ പുള്ളിക്കാരനെയാണ്. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആണ്, ഒരു പ്രൊഫഷണൽ കബഡി പ്ലെയർ ആണ്. അത് ഈ പടത്തിനും ഒരുപാട് ഗുണം ചെയ്തു. പിന്നെ ഒരു പ്രൊഫഷണൽ കബഡി കോച്ചിനെ വെച്ചിട്ട് ഇവര് കുറച്ച് ദിവസം ഏറൗണ്ട് ഒരു 25 to 30 ഡേയ്സിനുള്ളിൽ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഫിലിം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കേട്ടു. എങ്കിൽ ഹാറ്റ്സ് ഓഫ് ഗൈസ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ആ ചുരുങ്ങിയ ടൈമിൽ ഒരു സ്പോർട്ട് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ചടങ്ങാണ്. നിങ്ങൾ ആസ് എൻ ആർട്ടിസ്റ്റ് എത്രത്തോളം നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പബ്ലിക്കിന് മുമ്പിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത ആ ഒരു നല്ലൊരു നിമിഷം കൂടിയാണ്. 18ാം പടി എന്ന സിനിമയിലെ അയ്യപ്പൻ എന്ന കഥാപാത്രത്തെ അങ്ങനെ പെട്ടെന്നൊന്നും ആളുകൾ മറക്കാൻ ചാൻസ് ഇല്ല. അക്ഷയ് രാധാകൃഷ്ണൻ സൂപ്പർ. പ്രദീപ്, അതായത് കാവേരിയുടെ ബ്രദറായിട്ട് വരുന്ന പ്രദീപ് എന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കഥാപാത്രത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ട് കേട്ടോ ഈ ഫിലിമിൽ. അത് നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ പടത്തിന്റെ ഗ്രാഫ് നമ്മൾ പറഞ്ഞില്ലേ, കുത്തനെ ഉയർത്തിയ ദ മാസ്റ്റർ, ദ ലെജൻഡ്, എങ്ങനെ പറഞ്ഞാലും പുള്ളി അടിപൊളിയാണ്. സെൽവരാഘവൻ സാർ, പോർത്താമരയും ഭൈരവൻ. ചിരിച്ചോണ്ട് കഴുത്തിറക്കുക, അതിനപ്പുറം സംസാരവും വിഷയമൊന്നുമില്ല. ക്ലാസിക് വില്ലൻ, വളരെ മെച്ചുവേർഡ് ആണ്, എന്നാൽ ഒരു ചൈൽഡിഷ് ആണ്. കണ്ടിറങ്ങുന്ന ഏതൊരു പ്രേക്ഷകന്റെ മനസ്സിലും പോർത്താമരയും ഭൈരവൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ ആഴത്തിൽ പതിയുമെന്നു സംശയമില്ല.
നമ്മുടെ സ്വന്തം അൽഫോൺസ് പുത്രൻ സൂപ്പർബാണ്. ഈ പടത്തിലെ സോഡാ ബാബു സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് സോഡാ ബാബു. അൽഫോൺസ് പുത്രൻ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പുള്ളിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ബൾട്ടിയിലെ സോഡാ ബാബു ആണ്. പിള്ളേരെ, ഇത് ബാബുവിന്റെ കോട്ടാണ്. ഇവിടെ ഞാൻ പറയും ലൈക്ക് അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, എന്തെങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അത്ര രസമുണ്ട് ആ ക്യാരക്ടർ. പൂർണിമ ഇന്ദ്രജിത്ത്, ജീമ എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റൈലും സ്വാഗും ഉള്ള ഒരു ക്യാരക്ടറാണ്. ഗംഭീര ഇടിപ്പടം കണ്ടതിന്റെ ഒരു എഫക്റ്റിനൊക്കെ പുറത്താണ് ചില വേർഡ്സ് റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നത്. ജീമ എന്ന ക്യാരക്ടർ ആ ഡിസേർവ് ചെയ്യുന്ന എല്ലാ എനർജി അല്ലെങ്കിൽ ആ ഒരു മാനറിസംസോട് കൂടി അവതരിപ്പിച്ച പൂർണിമ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. ഈ സിനിമയിലെ ഒരു മിസ്കാസ്റ്റ് പോലും ഇല്ല. എല്ലാവരുടെയും പെർഫോമൻസ് ടോപ്പ് നോച്ച് ആണ്. സപ്പോർട്ടിംഗ് റോൾസ് ചെയ്ത ആർട്ടിസ്റ്റുകളാണെങ്കിൽ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ അസാധ്യമാണ് കേട്ടോ. സന്തോഷ് ആൻഡ് വിക്കി എന്ന് പറയുന്ന 2 ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ആണ് ഈ പടം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആടി, ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ തൂക്കി അടിച്ച് എല്ലാത്തിനും ഒതുക്കി ചുരുട്ടി മടക്കി ആഴ്ചയിൽ ഇത് വിട്ടിട്ടുണ്ട്. ഈ പടത്തിന്റെ ഇന്റർവെൽ ബ്ലോക്ക് വരെ നിങ്ങളെ എൻഗേജ് ചെയ്തിരുത്താനുള്ള സംഗതികളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഭദ്രമായി ചെയ്തു വെച്ചിട്ടുണ്ട്. ജാലക്കാരി എന്ന സോങ് ആയാലും പിള്ളേരുടെ അടി, ഹോട്ടലിൽ തുടങ്ങിയുള്ള അടി, പിള്ളേരെ ആറാടുകയാണ്, അടിച്ചൊതുക്കി അഴിഞ്ഞാടുകയാണ്, ഒരു സംശയമില്ല. ഗംഭീര സ്പോർട്സ് ആക്ഷൻ ഡ്രാമ എന്ന് പറയേണ്ടി വരും സിനിമയെ കുറിച്ച്. ഒരു പക്ക തിയേറ്റർ വാച്ച് ആണ്. പിന്നെ ബോർഡറിൽ നടക്കുന്ന കഥയായതുകൊണ്ട് ഒരുപക്ഷെ ആ ഏരിയാസിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ പടം പെട്ടെന്ന് കണക്ട് ആവും. ഇതൊരു ഫാമിലിയും കാണേണ്ട ഒരു സിനിമയാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ സിനിമയിൽ റിലേഷൻഷിപ്സിന്റെ പ്രാധാന്യം വളരെ ക്ലിയർ ആയിട്ട് പറയും. ഒരു ഹ്യൂമൻ ലൈഫ് എടുത്താൽ അതിൽ ഈ ലവ്, ട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ്, ബ്രദർഹുഡ് വാല്യൂസ് എത്രത്തോളം ലൈഫിൽ ആവശ്യമാണെന്ന് പറഞ്ഞൊരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് ഇത് ഫാമിലിയും കണ്ടിരിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പറയാനുള്ള കാരണം അതാണ്. നിങ്ങളൊരു സ്പോർട്സ്മാൻ ആണെങ്കിൽ ഈ പടം നിങ്ങൾക്ക് കൊടുത്തു, ഒരു സംശയമില്ല. ഇടിപടങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഫൈറ്റ് കാരണം ഈ പടം നിങ്ങൾക്ക് ഒന്നും കൂടെ കയറി കണ്ടാലും നഷ്ടം പറയാനില്ല. ഈ വരുന്ന ഹോളിഡേയ്സിന്, വീക്കെൻഡ്സിനൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബൾട്ടി. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും വലിയ അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നല്ല നല്ല സിനിമകളിൽ ഇനിയും നിങ്ങളൊക്കെ ഭാഗമാകട്ടെ. പിന്നെ ഈ പടം കണ്ടു തീർന്നപ്പോൾ എനിക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് തോന്നിപ്പോയി. പക്ഷേ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ പടം എൻഡ് ചെയ്തത്. സിനിമയുടെ ഡ്യൂറേഷൻ വന്നിട്ട് 2.5 മണിക്കൂറാണ്. ആ 2.5 മണിക്കൂറും നിങ്ങളെ തിയേറ്ററിൽ എൻഗേജ് ചെയ്തിരുത്താനുള്ള എല്ലാ പരിപാടികളും ഈ സിനിമയുടെ ടീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തിയേറ്ററിൽ പോയി കാണുക, നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മളോട് ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല സിനിമകളുടെ റിവ്യൂസ് വരുന്നുണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു. ദിസ് ഇസ് ശങ്കർ സൈനിങ് ഓഫ്. ബൈ.